الحمد لله رب العالمين الذي نزل الفرقان على عبده ليكون للعالمين نذيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുഖം, സുഹൃതം, സമാധാനം എന്നിങ്ങനെ സുപ്രധാനമായ 3 വിഷയങ്ങളെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക, ഉണർത്തുക എന്നത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ അതിയായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ് സുഖത്തോടുകൂടി, സൗഖ്യത്തോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മുന്നോട്ടു പോകാൻ സാധിക്കുക എന്നത്. ഭൗതിക ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ ഒന്നാമതായി നമുക്ക് നൽകാനുള്ള ഉത്തരം അൽ ആഫിയ, സുഖസൗഖ്യത്തോടുകൂടി, നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ അപേക്ഷിച്ചും അവന് വലിയ വിലപിടിപ്പുള്ള, വലിയ മൂല്യമുള്ള കാര്യം എന്നത്. വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ആഫിയത്തിനെയും സിഹത്തിനെയും ഒക്കെ കണ്ടിട്ടുള്ളത്. ഒരാൾക്ക് നല്ല ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകുമ്പോഴാണ്
അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനും അവനിലേക്ക് അടുക്കാനും അവനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കാൻ സാധിക്കുക. ആരോഗ്യപരമായി ക്ഷീണവും പ്രയാസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിനെ അത് ബാധിക്കുകയും എല്ലാ നിലക്കും ക്ഷീണവും അവശതയും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ഒരു അലട്ടലായി, വല്ലാത്ത ഒരു വേദനയായി അത്തരം ആളുകൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആഫിയത്ത്, സുഖം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തിൽപ്പെട്ടതാണ്. അഥവാ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കും എന്ന കൃത്യമായ പേടിയും തിരിച്ചറിവും നമുക്ക് ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് നാം ഓരോരുത്തരും വ്യത്യസ്തമായി അനുഭവിക്കുന്ന ആഫിയത്ത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ സൗഖ്യമല്ല, ആരോഗ്യപരമായ സുഖമല്ല ഉള്ളത്. പല നിലക്കുള്ള വേദനകൾ, പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ എല്ലാവരിലും ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും അതിനിടയിൽ നമുക്കുള്ളതായ സുഖത്തിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. വിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദ് യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ ഒരടിമ ചോദിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും ആദ്യത്തത് മിനൻ നഈം, അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ. കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യ ചോദ്യം വേറെയാണ്. പക്ഷേ നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം, നിനക്ക് നല്ല ഒരു ജിസ്മ്, ഒരു ശരീരം ഞാൻ തന്നില്ലേ എന്നാണ്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആഫിയത്തിനെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൊടുത്ത വളരെ മനോഹരമായ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്, ഖുദ് മിൻ സിഹതിക ഇലാ സഖമിക ഇലാ മറദിക, നിനക്ക് നല്ല ആരോഗ്യമുള്ള സുഖമുള്ള സമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ നന്നായി ഉത്സാഹിച്ച് ചെയ്യുക. രോഗം എന്ന ഒരവസ്ഥ വരാനുണ്ട്. ക്ഷീണവും തളർച്ചയും പെട്ടെന്ന് ബാധിച്ചേക്കാം. അത് മുന്നിൽ കണ്ട് ആരോഗ്യമുള്ള സമയത്ത് നന്നായി ചെയ്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഉണർത്തിയിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാന പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ, ആഫിയത്തുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ്. ഈ വിഷയത്തിന് പ്രാധാന്യവും പരിഗണനയും കൊടുക്കേണ്ടതില്ല എങ്കിൽ
ആ പ്രാർത്ഥനകൾക്ക് എന്തർത്ഥമാണ്? ആ പ്രാർത്ഥനകൾക്ക് എന്ത് മഹത്വമാണ്? നാം നമ്മുടെ റബ്ബിനോട് രാവിലും പകലിലും ആത്മാർത്ഥമായി ചോദിക്കേണ്ടതായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്താണ് ആഫിയത്തിനെ ചോദിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ചതായ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, നമുക്ക് മനഃപ്പാടമുള്ള, വിശ്വാസികൾ വിടാതെ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണല്ലോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, ഞാൻ നിന്നോട് വിട്ടുവീഴ്ചയെ ചോദിക്കുകയാണ്, എൻ്റെ പാപങ്ങൾ മാപ്പാക്കി തരണം, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വൽ ആഫിയ, സുഖമുള്ള സൗഖ്യമുള്ള ഒരു ജീവിതത്തെ, ആരോഗ്യത്തെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തന്ന ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് അപ്രതീക്ഷിതമായി ഒരു വേദന ഉണ്ടായാൽ, ഒരു ചതവ് പറ്റിയാൽ, ഒരു ചെറിയ മുറിവുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ എത്രത്തോളമാണത് ബാധിക്കുക? നമുക്ക് എത്ര സമയമാണ് അതിനുവേണ്ടി കൊടുക്കേണ്ടി വരിക? വിചാരിക്കാത്ത വിധത്തിൽ സാമ്പത്തികമായ ചെലവ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. വിശ്രമിക്കാതെ പണിയെടുക്കണം എന്ന് വിചാരിച്ചിടത്ത് കുറച്ച് മണിക്കൂറെങ്കിലും നമുക്ക് വിശ്രമിക്കേണ്ടി വരുന്നു. എന്തേ കാരണം? ചെറിയൊരു ചതവാണ്, ചെറിയൊരു വേദനയാണ്, വല്ലാത്ത ഒരു ക്ഷീണമാണ്. നാം അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് വളരെ വലിയ അർത്ഥമുണ്ടെന്നർത്ഥം. നമ്മളെക്കൊണ്ട് ഒറ്റക്ക് നേടാനും നിലനിർത്താനും കഴിയുന്ന ഒന്നല്ല ആഫിയത്ത്. നന്നായി ഭക്ഷണം കഴിച്ചു, നന്നായി വെള്ളം കുടിച്ചു, നന്നായി വിശ്രമിച്ചു, ശരീരത്തെ വൃത്തിയിൽ കൊണ്ടു നടന്നു, സമയത്തിന് ഉറങ്ങി, സമയത്തിന് എണീറ്റു, ഭക്ഷണത്തിൽ ക്രമം കൃത്യമായി പുലർത്തി, ഒക്കെ ശരിയാണ്. പക്ഷേ ആഫിയത്തിനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് അനുകൂലമാക്കി തരാൻ കഴിവുള്ളവൻ, ആ ആഫിയത്തിനെ സംവിധാനിച്ച, അതിനെ നൽകിയ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ചോദ്യം വെറുതെയല്ല. അല്ലാഹുമ്മ ആഫിനി, അല്ലാ എനിക്ക് സൗഖ്യം താനാഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എവിടെയാണ് നമുക്ക് സൗഖ്യം വേണ്ടത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാന അവയവങ്ങൾ ഒന്ന് കണ്ണാണ്, മറ്റൊന്ന് കാതാണ്, ഒന്നവൻ്റെ നാവാണ്, അവൻ്റെ ഹൃദയമാണ്. ഇവിടെയെല്ലാം ആഫിയത്ത് അല്ലാഹുവേ എനിക്ക് പ്രദാനം ചെയ്യണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവാക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അവിടുന്ന് നിന്റെ സമീപത്ത് ഒരാൾ വന്നു. അയാളെ ചോദ്യം, അല്ലിംനി ദുആ, അല്ലാഹുവിൻ്റെ ദൂതരെ ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിക്കുക, അന്തഫിഉ ബിഹി, എനിക്ക് ആ പ്രാർത്ഥന കൊണ്ട് ഉപകാരമെടുക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ആഫിനി, അല്ലാ എനിക്ക് സൗഖ്യം തരണം, മിൻ ശർരി സമഈ, എൻ്റെ കേൾവിയെ ബാധിക്കുന്ന ഷർറിൽ നിന്ന്, വബസ്വരി, എൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന ഷർറിൽ നിന്ന്, വലിസാനി, എൻ്റെ നാവിനെ ബാധിക്കുന്ന ഷർറിൽ നിന്ന്, വഖൽബി, എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ഷർറിൽ നിന്ന്, വശർരി മനീയി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്താനങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഷർറിൽ നിന്ന് നാഥാ എനിക്ക് നീ ആഫിയത്ത് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്.
സമാനമായ ഒരുപാട് പ്രാർത്ഥനകൾ അവിടുന്ന് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മാത്രവുമല്ല, അള്ളാഹു തന്ന ആഫിയത്തിനെ യഥാവിധി നിലനിർത്താൻ, നമുക്കനുകൂലമായി കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ സഹോദരങ്ങളെ, എത്ര ശതമാനം സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ് മാറിക്കിട്ടുക. എത്രത്തോളം നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും സാധിക്കും എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. ശാരീരികമായി നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്ക് മുമ്പിൽ നമ്മുടെ മക്കളുടെ തമാശകൾ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ ഭാര്യയിൽ നിന്ന്, ഇണയിൽ നിന്ന് നല്ല നിലക്കുള്ള വർത്തമാനങ്ങളെ ശ്രദ്ധിക്കാൻ, കേൾക്കാൻ നമുക്ക് സാധിക്കില്ല. മാതാപിതാക്കളോട് നല്ല നിലക്കൊന്ന് സംസാരിക്കാൻ, ഇടപഴകാൻ നമുക്ക് സാധിക്കില്ല. ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മെ വിളിച്ചാൽ ആ വിളിക്ക് പോലും ആത്മാർത്ഥമായിട്ടൊരു മറുപടി കൊടുക്കാൻ കഴിയൂല. അത്രത്തോളം നമ്മൾ ശരീരവേദനയാൽ ഒരു ഭാഗത്തേക്ക് ചുരുക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വല്ലാതെ ഒന്ന് ചെറുതായി എന്തോ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. എത്രയോ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിരന്തരം നമ്മൾ റബ്ബിനോട് 3 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ ഒന്ന് അഫുവാണ്. നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടാൻ നാം ചോദിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്. വേറെ ആരോട് നമ്മുടെ പാപങ്ങളെപ്പറ്റി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹുവിനോട് അവൻ്റെ മുമ്പിൽ തൗബ ചെയ്യുക എന്നതാണ് മാപ്പ് കിട്ടാനുള്ള പ്രധാന വഴി. രണ്ടാമത്തത് ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ആഫിയത്തിന് വേണ്ടി ചോദിക്കുക. മൂന്നാമത്തത് മുആഫത്തിന് വേണ്ടി ചോദിക്കണം. മുആഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം, ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വിട്ടുകിട്ടേണ്ടതാണ്. അതവരിങ്ങനെ മനസ്സിൽ വെച്ച് നമ്മളോട് എന്തോ ഒരു പ്രയാസം അവരെ മനസ്സിലിങ്ങനെ മാറ്റിവെച്ച് മരണത്തിലേക്ക് നമ്മൾ പോയാൽ സഹോദരങ്ങളെ, അതും ഒരു ബാധ്യതയായി അവിടെ കിടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അഫുവും ആഫിയത്തും മുആഫാത്തും നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരാൾക്ക് ആഫിയത്തുണ്ടായാൽ ഫിത്നയിൽ നിന്ന് വരെ അത് വലിയ ഒരു കാവലാണ്, ഒരു വലിയ സുരക്ഷിതത്വമാണ്, വല്ലാത്ത ഒരു കവചമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ഒരാളും ആരോഗ്യപരമായി പ്രയാസമുള്ള ഒരാളും ശത്രുവിൻ്റെ മുമ്പിൽപ്പെട്ടാൽ ആർക്കാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? ആഫിയത്തുള്ളവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തതമന്നഉ ലിഖാഅൽ അദു, ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ഒരിക്കലും കൊതിക്കരുത്, ഒരിക്കലും ആഗ്രഹിക്കരുത്. വസ്അലുല്ലാഹൽ ആഫിയ, അല്ലാഹുവോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിച്ചോളൂ, സൗഖ്യത്തെ ചോദിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്കുള്ള കുറവുകൾ, നമുക്കുള്ള വൈകല്യങ്ങൾ, നമുക്കുള്ള പോരായ്മകൾ അത് മുതലെടുക്കുന്നവനാണ് ശത്രു എന്ന് നാം എപ്പോഴും തിരിച്ചറിയണം. പലയിടങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് ആഫിയത്തിൻ്റെ കുറവ് ഒരു കാരണമാണ്. പെട്ടെന്ന് ഓടാൻ കഴിയുന്നില്ല, പിടിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും എൻ്റെ ആരോഗ്യം വെച്ചുണ്ട്. അത്തരം കാരണങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ അധ്യാപനങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് അള്ളാഹുവിലേക്കുള്ള മടക്കം അഥവാ മരണം അതിനുവേണ്ടി ഒരുങ്ങണമെങ്കിൽ പോലും ഈ ജീവിതത്തിൽ ആഫിയത്ത് മതിയായേ തീരൂ, ആഫിയത്ത് മതിയായേ തീരൂ. ആഫിയത്തോടു കൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കണം.
മരണശേഷവും നമുക്ക് ആഫിയത്ത് വേണം. ആഫിയത്ത് എന്താണ്? ഇവിടെ നന്മകൾ ചെയ്ത് പുണ്യങ്ങൾ വാരിക്കൂട്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിച്ച് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയാൽ മരണാനന്തരവും നമുക്ക് ആഫിയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്ബറയിൽ എത്തുമ്പോൾ, ഖബറാളികളെ സന്ദർശിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദയായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. വിശ്വാസികളും മുസ്ലിങ്ങളുമായി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുള്ള ഖബറാളികളെ, നിങ്ങൾക്ക് സലാം, സമാധാനമുണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ് ലലാഹിഖൂൻ. അല്ലാഹ് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നിങ്ങളുമായി വന്നു ചേരുന്നവരാണ്. ശേഷം അവിടുന്ന് പറഞ്ഞു, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്കും ഞങ്ങൾക്കും ചോദിക്കുകയാണ്, ആഫിയത്ത് നൽകണേ, ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രാർത്ഥനയിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, സുഖമുള്ളവരായി സൗഖ്യമുള്ളവരായി ജീവിക്കാൻ സാധിക്കുക എന്നത് രണ്ട് ലോകത്തും നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള അതിപ്രാധാന്യമായിട്ടുള്ള വിഷയമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രാർത്ഥനകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ്. ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം, ദീനിൻ്റെ കാര്യത്തിലേക്ക് മാത്രം നമ്മുടെ ആഫിയത്തിന് ആഗ്രഹിക്കരുത്. മക്കളെ വിഷയത്തിൽ ഇടപെടാൻ, ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ, നാട്ടിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ, മറ്റു പല സന്തോഷങ്ങളിലും മനസ്സുകൊണ്ട് മുഴുകാൻ, അതിന് മാത്രമല്ല നമുക്ക് ആഫിയത്ത് വേണ്ടത്. അതിന് ആഫിയത്ത് വേണം. അതിനേക്കാൾ പ്രധാനം അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിതത്തിൽ നിലനിർത്താൻ, ആ ദീന് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ജീവൻ നിലനിർത്താൻ, സഹോദരങ്ങളെ, അതിനാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ആഫിയത്ത് വേണ്ടത്. അതൊരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അവിടുത്തെ പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നേരം പുലരുമ്പോൾ അയാൾ എവിടെയാണോ കിടന്നുറങ്ങിയത് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ വിധിയെന്നോണം എഴുന്നേൽക്കാൻ അയാൾക്ക് സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി. ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ ഈമാനിൻ്റെ കാര്യത്തിൽ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, അയാളുടെ ഈമാൻ ശരിയാണ്. മുആഫാ ഫീ ജസദിഹി, ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ എഴുന്നേൽക്കുന്ന നേരത്ത് പറയും, വല്ലാത്തൊരു വേദന, എന്താണെന്നറിയില്ല, ശരീരമാസകലം ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, തലക്ക് വല്ലാത്ത ഒരു വേദന, കാലുകൾക്ക് വല്ലാത്ത ഒരു കുഴക്ക്. എത്ര തവണ എപ്പോഴെല്ലാം ഏത് പ്രായത്തിലുള്ളവരായാലും പറഞ്ഞു പോയ കാര്യമാണല്ലോ, നമുക്ക് അനുഭവമുള്ള വിഷയമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശാരീരികമായി പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻദഹു ത്വആമു യൗമി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, അന്നത്തെ ഒരു പകല്, അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങളൊന്നുമില്ല, ഭക്ഷണവും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ദുനിയാവിൻ്റെ പകുതി കിട്ടിയവനെ പോലെയാണ്, ദുനിയാവിൻ്റെ പകുതി അവൻ നേടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇതന്നെയല്ലേ ഒരു മനുഷ്യനാകെ ആവശ്യമുള്ളൂ. ഇതിലപ്പുറം എന്താ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം വേണം, ക്ഷീണമില്ലാത്ത ഒരു തടി വേണം, ഈമാനിന് കേടില്ലാതെ സംരക്ഷണം അതിനുണ്ടാകണം. സഹോദരങ്ങളെ, അത് കിട്ടിയാൽ
ദുന്യാവിൻ്റെ പകുതി കിട്ടിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആഫിയത്ത് എന്ന സിഹത്ത് എന്ന അനുഗ്രഹം അത് നിസാരമല്ല, ചെറുതല്ല, ഭൗതിക ജീവിതത്തിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, സുഹൃതമാണ്. സുഹൃതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ സമ്പാദിച്ച് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം കാത്തിരിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വല്ലാത്ത ഒരു സൗഭാഗ്യമുണ്ട്. അതെന്താണ്? മതപരമായി കിട്ടിയ ഏറ്റവും പ്രധാന അനുഗ്രഹം അതാണ്. അഥവാ ഈമാൻ എന്നത്, വിശ്വാസം എന്നത്, കളങ്കമില്ലാത്ത, അതുപോലെ തന്നെ വക്രതയില്ലാത്ത, കാപട്യമില്ലാത്ത, കുഫറില്ലാത്ത, നിഷ്കളങ്കമായ വൃത്തിയുള്ള ഒരു ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഖുർആനിൽ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്തൊക്കെ ഈമാനിനെക്കുറിച്ച് പരാമർശം കാണാൻ സാധിക്കും. എന്താണ് അതിലെ യുക്തി? എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന, നാം പതിവാക്കുന്ന, ഒഴിവാക്കാതെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പോഷക ആഹാരമാണ് സൽക്കർമ്മങ്ങൾ. നല്ല മുന്തിയ ഭക്ഷണമാണ് സൽക്കർമ്മങ്ങൾ. അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, സൽക്കർമ്മങ്ങൾക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ള മഹത്വവും പ്രാധാന്യവും അതാണ്. ഖുർആൻ നമ്മോട് ആവർത്തിച്ചാവശ്യപ്പെട്ട കാര്യവും അതാണ്. വഅമലു സ്വാലിഹാ, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളൂ. സ്വാലിഹായത് മാത്രം നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് തോന്നിയതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ചെയ്തങ്ങനെ ജീവിച്ചോളൂ എന്നല്ല. അല്ലാഹ് ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ആ നിബന്ധന എന്താണ്? സൽക്കർമ്മം എന്നതാണ്. അപ്പോൾ ഒരു കാര്യം സൽക്കർമ്മം ആകണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഏതൊരു കാര്യത്തെയാണ് നമുക്ക് നന്മയാണ്, പുണ്യമാണ്, സുഹൃതമാണ് എന്ന് പറയാൻ സാധിക്കുക? പ്രധാനമായും 2 നിബന്ധനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസ്. അത് വളരെ ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കണം. വേറെ ആരെ കാണിക്കാനും, ആരെ ബോധ്യപ്പെടുത്താനും, ആരുടെ തൃപ്തിക്കും ആരുടെ ഇഷ്ടത്തിനുമല്ല, ഒരാളുടെ കൽപ്പനക്ക് വഴങ്ങിയിട്ടല്ല, ഒരാളെ പേടിച്ചിട്ടല്ല. എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയുണ്ട്, എൻ്റെ റബ്ബ് സ്വീകരിക്കുമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സമയബന്ധിതമായും അല്ലാതെയും പ്രത്യേക രൂപത്തിലും പ്രത്യേക എണ്ണത്തിലും എന്നെ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളിൽ ഇഖ്ലാസ് അനിവാര്യമാണ്. മനസ്സ് കൊടുക്കാതെ ഒരു കാര്യം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സ് കൊടുക്കാതെ നല്ല മൂർച്ചയുള്ള ഒരു കത്തി, ആ കത്തി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അരിയാവുന്ന വസ്തുക്കൾ നല്ല പരിചയമുള്ള ആളാണെങ്കിലും അയാൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സവിടെ ഇല്ലെങ്കിൽ അയാളുടെ കൈകളെ ബാധിക്കും. എന്തെങ്കിലും ഒരു തകരാറ്, ഒരു പ്രശ്നം അവിടെ സംഭവിക്കും, ഒരു സംശയവുമില്ല. നന്നായി വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരാൾ മനസ്സൊരൽപ്പം തെറ്റിയാൽ അയാളിലൂടെയും സംഭവിക്കുന്നത് അപകടമാണ്. മനസ്സ് കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് കാര്യത്തിലും അത് പ്രധാനമാണ്. ഏതൊരു സന്തോഷത്തിലും മനസ്സിന് പങ്കാളിത്തമുണ്ട്, ഏതൊരു സങ്കടത്തിലും മനസ്സിന് പങ്കാളിത്തമുണ്ട്. അതാണ് ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ചോരാൻ പാടില്ല. മറ്റൊന്ന് അൽ ഇത്തിബാ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമില്ലാത്ത ഒരു നന്മയും ഇസ്ലാമിൻ്റെ ഉള്ളിലില്ല. എല്ലാറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ, നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? നന്മകൾ എന്താണെന്ന് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി അവിടുന്ന് അറിയാത്തൊരു നന്മ ഉണ്ടാകൂ? അവിടുന്ന് പറയാത്ത, അവിടുന്ന് ചെയ്യാത്ത, അവിടുന്ന് അംഗീകരിക്കാത്ത ഒരു നന്മ ഉണ്ടാകുമോ? ഇല്ല എന്നുറപ്പാണ്. നന്മകളുടെ ലോകത്തെ പരിചയപ്പെടുത്താൻ ഇസ്ലാം ഉപയോഗിച്ച പദങ്ങളെ വലിപ്പം നോക്കൂ നിങ്ങൾ, എത്ര ചെറുതാണ്. ഒരു വാക്ക് ബിർറ് എന്ന വാക്കാണ്. ബിർറ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളെ അതിലുള്ളൂ. 2 റാ വരുന്നുണ്ട്, രണ്ടും ചേർത്ത് ഒന്നാണ് ബിർറ്. എത്ര വലിപ്പാണ് അതിനുള്ളത്? ഖൈർ എന്ന വാക്ക് എത്ര വലിപ്പാ അതിനുള്ളത്? ഹസൻ എന്ന വാക്ക് എത്ര വലിപ്പാ അതിനുള്ളത്? സ്വാലിഹ് എന്ന വാക്ക് എത്ര വലിപ്പാ അതിനുള്ളത്? നമ്മുടെ ഒരു വിരലിൻ്റെ 3 പാളികൾ എടുത്താൽ ഒരു പാളിയുടെ വലിപ്പം മാത്രമേ ഈ പദങ്ങൾക്കെല്ലാം ഉള്ളൂ. അതിലേറെ വലിപ്പമല്ല. 3 അക്ഷരങ്ങൾ 4 അക്ഷരങ്ങൾ മാത്രമുള്ള പദങ്ങളാണ്. എന്നിട്ടും ആ നന്മകളുടെ അറ്റം കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ ആരാണ് ഇസ്ലാം പഠിപ്പിച്ച മുഴുവൻ നന്മകളെയും കണ്ടവർ, അറിഞ്ഞവർ, പഠിച്ചവർ, ചെയ്തവർ? ഉറപ്പായി പറയാം, ഒരാളുമില്ല. ഓരോ ദിവസവും നമ്മൾ നന്മകളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. കേട്ട നന്മകളിൽ പലതും നമ്മൾ മറന്നു പോകുന്നു. പല നന്മകളെയും നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു. പല നന്മകളോടും നമ്മൾ വിമുഖത കാണിച്ച് മുഖം തിരിഞ്ഞു പോകുന്നു. നമുക്കിങ്ങനെ തോന്നുമ്പോൾ, ആഗ്രഹമുണ്ടാകുമ്പോൾ പല നന്മകളെയും നമ്മൾ എടുക്കുന്നു. അത്രയും വിശാലമായി പരന്നു കിടക്കുന്ന ലോകമാണ് സുഹൃതങ്ങളുടെ, നന്മകളുടെ ലോകം എന്നത്. നമുക്കെന്താ ചെയ്യാനുള്ളത്? വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ നിലനിർത്തുക, പ്രാവർത്തികമാക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ മേൽ ബാധ്യതയായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതിലൊരിക്കലും നമ്മൾ അശ്രദ്ധയോ ഒരു അമാന്തതയോ വരുത്താൻ പാടില്ല. അതാണും പെണ്ണും വരുത്താൻ പറ്റില്ല. കാരണം ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ. ഒരാണാകട്ടെ പെണ്ണാകട്ടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ, വഹുവ മുഅ്മിൻ, അവർക്കേ വിശ്വാസി എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ അങ്ങനെ പേരുകൊണ്ട് മുസ്ലിങ്ങളായി, മഹല്ല് കൊണ്ട് മുസ്ലിങ്ങളായി, തറവാട് കൊണ്ട് മുസ്ലിങ്ങളായി, സൊസൈറ്റി കൊണ്ട് മുസ്ലിങ്ങളായി വിലസുന്ന, വീമ്പിളക്കുന്ന ആളുകൾക്ക് മുഅ്മിൻ എന്ന ആ പദവിയിലേക്ക് എത്താൻ സാധിക്കില്ല. അവിടേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറുതും വലുതുമായ നന്മകളിൽ ജീവിതത്തെ പ്രവേശിപ്പിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. ഒരിക്കലും അതിൽ നമുക്കൊരു വീഴ്ച വന്നു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയൊരു കാര്യം എന്താ അറിയോ? ഉറപ്പ് നൽകിയ ഒരു കാര്യം, നാം പാഴാക്കൂല. നന്മ ചെയ്ത ആളുകൾക്കുള്ള പ്രതിഫലം, അവർക്കുള്ള കൂലി നാം ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം തന്നതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ജീവിതത്തിൽ നിന്ന് അവശേഷിക്കുന്ന കാര്യം എന്ത് മാത്രമേ ഉള്ളൂ അറിയോ? അയാൾ ചെയ്ത സുഹൃതങ്ങൾ, നന്മകൾ മാത്രമാണ്. അയാളെ തടിയുടെ ബാക്കി വെച്ച് പോകുന്നില്ല. അയാൾ വാരിക്കൂട്ടി സമ്പാദിച്ചത് അയാൾ എടുത്തുകൊണ്ടു പോകുന്നില്ല. അയാളുടെ പരന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ, വിശാലമായി കിടക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ, അതല്ല അയാൾ കൊണ്ടുപോകുന്നത്. അയാളുടെ ആരോഗ്യവും അയാളുടെ സമയവും ഉപയോഗിച്ച്
അയാൾ നേടിയ അറിഞ്ഞ അറിവ് കൊണ്ട് എന്താണോ അയാൾ ചെയ്തത്, അതാണ് സഹോദരങ്ങളെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ഉണ്ടാവുക എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്? നന്നായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങൾക്കും ഒരു പ്ലാൻ വേണം എന്നാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലെയും ലക്ഷ്യം. ഇന്നതിന് ഒരു ക്രമം, ഒരു ചിട്ട വേണം. നമ്മുടെ വീടിൻ്റെ അകം ഇങ്ങനെയായിരിക്കണം, വീടിൻ്റെ പരിസരം ഇങ്ങനെയായിരിക്കണം, ജോലി സമയം ഇതായിരിക്കണം, ആ സമയത്തിന് എനിക്ക് വേണ്ട ശമ്പളം ഇത്രയായിരിക്കണം. എന്തൊക്കെ ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം ഒറ്റയ്ക്ക് യാത്ര പോകുന്ന, നാം ഒറ്റയ്ക്ക് കിടക്കുന്ന നാളെയുടെ ലോകത്തേക്ക് വേണ്ടി സഹോദരങ്ങളെ നമ്മുടെ സമയക്രമം എങ്ങനെയാണ്? വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയാറുണ്ട്. അവിടുന്ന് പറഞ്ഞ കാര്യം എത്ര തവണ നമ്മൾ കേട്ടതാണ്. ആ ഹദീസിൻ്റെ തുടക്കത്തിലൊരു പ്രയോഗമുണ്ട്, നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട, ഞെട്ടിപ്പിക്കേണ്ട ഒരു പ്രയോഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയുആനു ഖൽബി, എൻ്റെ മനസ്സ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ തൊട്ട് എന്തെങ്കിലും തിരക്കിലേക്ക് പോയിട്ടുണ്ടോ എന്ന ഒരു തോന്നൽ എനിക്കിങ്ങനെ ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ മനസ്സ് ഞാൻ നിർബന്ധമായും പതിവായും ചെയ്യേണ്ട കാര്യങ്ങളെ തൊട്ട് മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് മാറിപ്പോയോ എന്ന ഒരു തോന്നൽ എനിക്കുണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു ദിവസം 100-ലധികം തവണ ആ തോന്നൽ കാരണം അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൽ ഇത് ഉറപ്പാണ്. നമുക്ക് തോന്നൽ മാത്രമല്ല, നമ്മുടെ മനസ്സ് ദുന്യാവിൻ്റെ ഏതെല്ലാം കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു, ദുന്യാവിൻ്റെ എത്രയെത്ര തിരക്കുകളിലാണ് ഓരോ സമയവും നമ്മൾ വ്യാപൃതരാകുന്നത്. അത് ഉറപ്പുള്ള കാര്യമല്ലേ? ഒരു സംശയമല്ലല്ലോ, ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് ഭൗതികമായി കടന്നു വരുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എത്രയാണ്. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടത്, ജോലിയുമായി ബന്ധപ്പെട്ടത്, ഇന്നോ നാളെയോ ഉള്ള യാത്രയുമായി ബന്ധപ്പെട്ടത്, മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടത്, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടത്, ഇന്ന് വൈകുന്നേരം ആരൊക്കെയോ കാണാനുണ്ട് അതുമായി ബന്ധപ്പെട്ടത്, എന്തൊക്കെ തിരക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കൂടുകയാണ്. സഹോദരങ്ങളെ, ആ തിരക്കിൽപ്പെട്ട് അടുത്ത നിമിഷം നാം ഒറ്റയ്ക്ക് പോകേണ്ട യാത്രയിലേക്കുള്ള വിഭവങ്ങളെ ഒരിക്കലും മറന്നു കളയരുത് എന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനോടുകൂടി നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ, ഉലൈക സ്വഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. സ്വർഗത്തിൻ്റെ ആളുകൾ അവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആണയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ വേർതിരിക്കപ്പെടുകയാണ്. അതെന്താ? കുറേ നന്മകൾ ചെയ്യുക എന്നതല്ല, ആ നന്മകൾക്ക് പ്രചോദനമാകുന്ന വിശ്വാസം ശരിയാകണം. ആലോചിച്ചോക്കാണി, പല നിലക്കും നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെക്കാൾ സാമൂഹ്യ രംഗത്ത് ഇടപെടുന്ന മറ്റു മതസ്ഥരായ എത്ര ആളുകളുണ്ട് ഇല്ലേ? അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നല്ലത് എന്ന് മാർക്കിടാവുന്ന എത്ര വലിയ വലിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദുന്യാവിൽ മാത്രം ഒതുങ്ങുകയാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ കാര്യങ്ങൾക്ക് സ്വീകാര്യതയില്ല. ആ കാര്യങ്ങൾ റബ്ബ് പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ട്? ഓരോ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ള വെച്ച ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയാണ് വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ മതം പഠിപ്പിക്കാൻ
നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് നന്മകളെ പടുത്തുയർത്തേണ്ടത്. ഇല്ലെങ്കിലോ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കർമ്മങ്ങളിലേക്ക് തിരിയും എന്നാണ്. എന്നിട്ടോ അതിനൊക്കെ പൊടിച്ച് ധൂളികളാക്കി കളയും, ധൂളികളാക്കി പാറ്റിക്കളയും എന്ന് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈമാനികമായിട്ടുള്ള ജീവിതത്തിലാണ് സൽക്കർമ്മങ്ങൾ, പുണ്യങ്ങൾ പൂത്തുലയേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയോ വഅമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഫയുവഫീഹിം, അവർക്ക് പൂർണ്ണമായും അല്ലാഹു കൊടുക്കുന്നതാണ്. വഫാ യുവഫി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാളെ ശരീരത്തിൽ ഇനി ജീവൻ ഒട്ടും ബാക്കിയില്ല എന്നല്ലേ അർത്ഥം. വഫാത്തായി എന്ന് പറഞ്ഞാൽ അയാളെ റൂഹ് തടിയെ വിട്ടു പിരിഞ്ഞു, അയാൾ നിശ്ചലനായി എന്നർത്ഥം. ജീവനില്ലാത്ത ആളായി എന്നാണ് ആ വാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങൾക്ക് കണക്കനുസരിച്ച് അല്ലാഹു തരും, കണക്കനുസരിച്ച് അല്ലാഹു തരും. അള്ളാഹിൻ്റെ മുമ്പിൽ പോയിട്ട് റബ്ബേ, ഞാൻ നിർവഹിച്ച കാര്യങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നൊരിക്കലും പറയേണ്ടി വരില്ല. അത്രത്തോളം സൂക്ഷ്മതയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകേണ്ടത് നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി പരമാവധി പണിയെടുക്കുക, പരമാവധി പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യത. പരലോകത്തേക്ക് ഒരുങ്ങുന്ന കാര്യത്തിൽ സഹോദരങ്ങളെ, നമുക്കൊരു ക്ഷീണവും ഒരു മടുപ്പും ഉണ്ടാകാൻ പാടില്ല. എന്തേ കാരണം എന്നറിയോ? അല്ലാഹു ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് ജാട കാണിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടോ? കൃത്രിമത്വം കാണിക്കേണ്ട ആവശ്യമില്ല, അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടോ? എല്ലാം ഒറിജിനലാണ്, എല്ലാം നല്ല തെളിഞ്ഞ തിളക്കമുള്ള കാര്യങ്ങളാണ്. ഒന്നിലും അവൻ്റെ വകയായി ഒന്നും ചെയ്യേണ്ടതില്ല. മനസ്സിലാക്കുക, പ്രവർത്തിക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക, അറിയുക, അനുഷ്ഠിക്കുക, ഇത് മാത്രം മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര എളുപ്പം ആലോചിച്ച് നോക്കുകയാണ്. എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു ഹദീസ് കേൾക്കുമ്പോൾ, ഒരായത്ത് കേൾക്കുമ്പോൾ, ഒരു ചരിത്രം കേൾക്കുമ്പോൾ, ഒരു വിധി കേൾക്കുമ്പോൾ, ഇതെനിക്കുള്ളതാണല്ലോ, എനിക്ക് ബാധകമായ കാര്യമാണല്ലോ, എൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ടതാണല്ലോ, എൻ്റെ ഇടപാടിൽ ശ്രദ്ധിക്കേണ്ടതാണല്ലോ, എൻ്റെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണല്ലോ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണല്ലോ, ഞാനെന്ന വ്യക്തി എനിക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ, സാമൂഹികമായി നോക്കേണ്ടതാണല്ലോ. ഈ നിലക്ക് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനോടുകൂടി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ്അഹാ, ഒരു നഫ്സിനോടും അതിനെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യം നാം ഏൽപ്പിച്ചിട്ടില്ല. ഒരു നഫ്സിൻ്റെ മേലും. എത്ര ആളുകളാണ് പരാതി പറയലില്ലേ? മതം കൊണ്ട് കുടുങ്ങി, മതം കൊണ്ട് വലഞ്ഞു, മതം കൊണ്ട് മനുഷ്യൻ വീർപ്പ് മുട്ടുകയാണ്. തലങ്ങും വിലങ്ങും എവിടെ തിരിഞ്ഞാലും മതം മതം മതം, മതി എന്നിടത്തേക്ക് ആൾക്കാരെത്തി. അങ്ങനെ മതിയാക്കാൻ മാത്രം എന്ത് പ്രയാസമാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിലുള്ളത്. മതനിയമങ്ങളെയും മതശാസനകളെയും മതനിർദ്ദേശങ്ങളെയും ആത്മാർത്ഥമായി അടുത്തറിഞ്ഞ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് പോകാനല്ലാതെ പുറത്ത് ചാടാൻ തോന്നൂല. അത്രത്തോളം സൗന്ദര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അകം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ദുന്യാവിലെ നമ്മളെ ഇടങ്ങാറാക്കുന്ന നിയമങ്ങൾ എത്രയല്ലേ? റോട്ടിക്കിറങ്ങിയ നിയമം, റോഡിലൂടെ പോയി അങ്ങാടിക്കെത്തിയ നിയമം മാറി,
മാറിയില്ലേ? ഇനി അങ്ങാടിയിൽ ഒരു കോടതി സമുച്ചയമുണ്ടെങ്കിൽ നിയമം മാറിയല്ലേ? അങ്ങാടിയുടെ തിരക്കിലേക്ക് ഒരു ആംബുലൻസ് കുതിച്ചു പാഞ്ഞു വന്നാൽ നിയമത്തിൽ വീണ്ടും മാറ്റം വരികയാണ്. എവിടെ നോക്കിയാലും നിയമല്ലേ. ഒരു സ്കൂള്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എത്രേ. ഒരു ഹോസ്പിറ്റൽ, നിയമങ്ങൾ എത്രേ. ആരെങ്കിലും പറയുന്നുണ്ടോ ഈ ഹോസ്പിറ്റലിലെ നിയമം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് മനുഷ്യന് വരാൻ കഴിയണില്ല എന്ന് പറയുന്നുണ്ടോ? അക്ഷയ സെൻറ്റർ അല്ലേ, ഒരു ആധാർ കാർഡ് തിരുത്താൻ വേണ്ടി അക്ഷയയിൽ പോയി 100-150 ആളുകൾ ഉള്ള വരിയിൽ മണിക്കൂറുകളെടുത്ത് നിൽക്കേണ്ടി വന്നാലും അവിടെ അങ്ങനെ നിൽക്കും. ആരെങ്കിലും ബുദ്ധിമുട്ട് പറയോ? പ്രയാസം പറയോ? വലഞ്ഞു ഇടങ്ങാറായി എന്ന് പറയോ? ഇല്ല. ഈ ചെറിയ ഒരു കാർഡാണ് ശരിയായിട്ടില്ലെങ്കിൽ ഇവിടെ അന്നം മുട്ടും, ഇവിടെ ആകെ ഇടങ്ങാറാവും. ആലോചിച്ച് നോക്കുകയാണ്, ദുന്യാവിലെ ഒരു കുറഞ്ഞ ആയുസ്സിനുള്ളിൽ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രയാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പ്രശ്നമല്ല, ഒരു നിയമവും പ്രശ്നമല്ല അല്ലേ, ഒന്നും തടസ്സമല്ല. എന്തേ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് പലർക്കും തോന്നുന്ന ആ ഒരു കാര്യം എന്താ ദുന്യാവിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത്? ദുന്യാവിൽ എന്തൊരു സ്വാതന്ത്ര്യമാണ് അല്ലേ, എന്തൊരു സമാധാനമാണ്, എന്തൊരു സ്വസ്ഥതയാണ്. ആര് പറഞ്ഞു? എവിടെയാണ് നമുക്ക് സമാധാനം? എവിടെയാണ് മര്യാദക്ക് ഒരു സ്വസ്ഥത തരുന്ന ഒരു നിയമം എവിടെയാണുള്ളത്? നമ്മെ ഞെരുക്കുന്ന, കൊല്ലുന്നതിന് തുല്യമായ നിയമങ്ങളല്ലാതെ. അതാണ് മനുഷ്യനിർമ്മിത നിയമങ്ങളെ പ്രത്യേകത. മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടല്ല. അത് അവർക്കിങ്ങനെ തോന്നി, അവരെ സ്ഥാപനത്തിന് ഇങ്ങനെ വേണം, അവർ ഭരിക്കുമ്പോൾ ഇങ്ങനെ വേണം. അപ്പം അതങ്ങനെ നിയമമായി. വേറെ ആളുകൾ വരും, മാനേജ്മെൻറ്റ് മാറും, നിയമങ്ങൾ മാറും, ഭരണകർത്താക്കൾ മാറും, നിയമങ്ങൾ മാറും. അതിൽ കാര്യമായി മനുഷ്യന്മാരൊന്നും പരിഗണിക്കൂല. ആ നിയമം അത് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്, അവരവരെ പരിഗണിച്ച് നിയമം ഉണ്ടാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച നിയമങ്ങൾ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ പടപ്പുകളെ, അടിമകളെ ഏറ്റവും കൂടുതലായി അറിയുന്ന, അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളെപ്പറ്റിയും അറിയുന്ന, സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു വെച്ച നിയമങ്ങളാണ്. അത് പകല് കൂടിയാലും രാത്രി കുറഞ്ഞാലും, രാത്രി കൂടിയാലും പകല് കുറഞ്ഞാലും, ചൂടേറിയാലും തണുപ്പ് കൂടിയാലും ആ നിയമങ്ങൾ നമുക്ക് പ്രശ്നമല്ല. ചില ആൾക്കാർ പറയും, മതകാര്യങ്ങളൊക്കെ പഠിച്ചവർ തന്നെയാണല്ലോ പ്രശ്നങ്ങളിൽ പിടിക്കപ്പെടുന്നത്, അപ്പോൾ പിന്നെ ഈ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് അല്ലേ, മദ്രസകൾക്ക് എന്ത് മഹത്വമാണ്? മദ്രസകളിൽ പഠിച്ചവർ അവരാണല്ലോ ലഹരിയിലും പെണ്ണ് കേസിലും പല കേസിലും പിടിക്കപ്പെടുന്നത്. ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങൾക്കിടയിൽ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരും മുസ്ലിം നാമധാരികളാണ്. അവർക്ക് ഇസ്ലാമിനോടോ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടോ കൂറുണ്ടായിട്ടല്ല അവർ ജീവിക്കുന്നത്. പേരുകൊണ്ട് അവൻ മുസ്ലിമായി, അത്രയേ ഉള്ളൂ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു പരാതിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? വിവരവും വിവേകവുമുള്ള ഒരാൾ പറയേണ്ട പരാതിയാണോ അത്? അല്ല. അങ്ങനെയാണെങ്കിൽ എത്ര മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങളില്ലേ? അതുകൊണ്ട് മരുന്നിനെ കുറ്റം പറയാൻ പറ്റുമോ? ആ മരുന്ന് കുറിച്ചു തരുന്ന ഡോക്ടറെ കുറ്റം പറയാൻ പറ്റുമോ? ചികിത്സ എവിടെയാണോ ആ ഹോസ്പിറ്റൽ കുറ്റപ്പെടുത്തപ്പെടാൻ പറ്റുമോ? ഇല്ലല്ലോ. ചില അസുഖങ്ങൾ മാറാതെ കിടക്കും. എത്ര സ്ട്രോങ് മരുന്ന് കൊടുത്താലും അത് മാറാതെ കിടക്കും. അതൊരു പരീക്ഷണമാണ്. എന്ന പോലെ മദ്രസയിലല്ല, അറബി കോളേജിലല്ല, ഇനി പഠിച്ച് വലിയ ആളൊക്കെ ആയി, എന്നാലും അയാൾ മനുഷ്യൻ തന്നെയല്ലേ? അയാളെയും പല നിലക്കുള്ള പരീക്ഷണങ്ങളും ബാധിക്കൂലേ? രോഗം ബാധിക്കാത്ത ഡോക്ടർമാരുണ്ടോ? ശാരീരികമായി ബാധിക്കുന്ന അസുഖങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും പല രോഗങ്ങളും ബാധിക്കുന്നില്ലേ? അവരും മരുന്ന് കഴിക്കുന്നില്ലേ? വിദഗ്ധരായ പല ഡോക്ടർമാരും അവരെ ചികിത്സിക്കുന്നില്ലേ? അപ്പോൾ സഹോദരങ്ങളെ, എല്ലാവരും മനുഷ്യരാണ്. ധാർമ്മിക ബോധമുള്ള, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, തെറ്റുകളെ തിരുത്തണമെന്ന് കൊതിക്കുന്ന, നന്മകളെ വിടാതെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന
ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കും. അതേ അതിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരെയും അടിച്ച് പരത്തി നന്നാക്കാനാണോ നാം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? എല്ലാ തുരുമ്പും പോയി കിട്ടൂല. കുറച്ചൊക്കെ തുരുമ്പും അതിൻ്റെ അടയാളങ്ങളൊക്കെ ഏതൊരാളിലും ഉണ്ടാകും. അയാൾക്ക് നന്നാകണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ നന്മയുടെ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകൂല. അപ്പോൾ ഒരിക്കലും ആ നിലക്കുള്ള പരാതികൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞ് മതത്തെ കൊച്ചാക്കുന്ന, മതം എന്തോ ഒന്നിനും പറ്റാത്ത ഒരു ഉണങ്ങി വരേണ്ട ഒരു സാധനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന സംസാരങ്ങൾ മുസ്ലിം നാമധാരികളിൽ നിന്ന് വരെ പുറത്തു വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പേടിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ സാധിക്കുന്ന അത്ര നന്മകളെ സമ്പാദിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. മൂന്നാമത്തത് സമാധാനം എന്നതാണ്. സമാധാനം സഹോദരങ്ങളെ നമുക്ക് വേണ്ടത് എവിടെയാണ്? നാളെയുടെ ലോകത്താണ്. ഇവിടെ നമുക്ക് സമാധാനക്കേടുണ്ടായ ഒന്നും വരാല്ല. മരണത്തോടുകൂടി തീരുന്ന സമാധാനക്കേടേ ഇവിടെ ഉള്ളൂ. മരിച്ചാലും നമ്മളെ ബാധിക്കുന്ന സമാധാനക്കേടൊന്നുമില്ല. ഒരാൾ മരിച്ചാൽ അയാളെ പരലോകത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ അയാളെ പേര് പറഞ്ഞ് അയാളെ മുന്നിൽ വെച്ച് ഇവിടെ എത്ര കലഹിച്ചാലും ഇവിടെ എന്ത് കാട്ടിയാലും അത് അയാൾ അറിയുന്നില്ല, അയാളെ ബാധിക്കുന്നില്ല. അയാൾ ചെയ്തു കൂട്ടിയതുമായി അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ലോകത്തേക്ക് അയാൾ യാത്രയായി. അവിടെ നമുക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടണം. ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ റൂഹിനെ മലക്കുകൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും. ആരുടെ സമീപത്തേക്ക്? മരണം ആസന്നമായ ഒരാളെ സമീപത്തേക്ക്. നല്ല ആത്മാവാണെങ്കിൽ അവരെ കയ്യിൽ കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫൻ പുടവകളുണ്ട്. ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധം അവരെ കയ്യിലുണ്ട്. സലാം, സമാധാനമുണ്ട് കേട്ടോ, സമാധാനമുണ്ട്, പേടിക്കണ്ട. ദുഃഖം വേണ്ട, സങ്കടം വേണ്ട, ദുന്യാവിലെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് ദുഃഖിക്കണ്ട, മരണശേഷം വരാനുള്ളതോർത്ത് സങ്കടപ്പെടണ്ട. എത്ര സൗന്ദര്യമാണ് ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. അത് ഒരു സന്തോഷ വാർത്തയായി, ആഹ്ലാദവും ആനന്ദവും നൽകുന്ന ഒരു വാർത്തയായി അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് നൽകുന്ന സമയം അത് വിദൂരമല്ല, അത് വളരെ അടുത്താണ്. അൽ മൗത്തു അദ്നാ മിൻ ശിറാഖി നഅലി, ചെരുപ്പ് വാറിനേക്കാൾ മരണം അടുത്തുണ്ട്. അടുത്ത നിമിഷത്തിൽ നമ്മെ കാത്തിരിക്കുന്ന വിശിഷ്ടമായ ക്ഷണിക്കപ്പെടാത്ത ഒരതിഥിയാണ് മരണം എന്നുള്ളത്. ആ മരണത്തിന് കീഴ്പ്പെടാൻ സഹോദരങ്ങളെ നന്നായി നാം ഒരുങ്ങേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് സമാധാനത്തിൻ്റെ വിലയും അതിൻ്റെ വലിപ്പവും അറിയാൻ സാധിക്കുള്ളൂ. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. യൗമൻ, ഒരു ദിനത്തെ സൂക്ഷിച്ചോളി. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമാണ്. സഹോദരങ്ങളെ, ഇത്ര സ്നേഹത്തോടെ ഏറെ ആകർഷണീയമായ ശൈലിയിൽ ഒരു ഉപദേശം ആരാണ് നമുക്ക് തരിക? നന്നായി സൂക്ഷിച്ചട്ടോ എന്നൊരാൾ നമ്മളോട് പറയുമ്പോഴും അതിൽ വല്ലാത്തൊരു പേടിപ്പിക്കലുണ്ട്, ഇല്ലേ? വല്ലാത്ത ഒരു ദേഷ്യം അതിൽ പ്രകടമാകുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിൽ, ഈ കൽപ്പനയിൽ സ്നേഹം മാത്രമുള്ളൂ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. അവിടെ ഇങ്ങനെ ഭാഗിച്ചു തരികയല്ല, ഒരു ടീമാക്കി നിർത്തിയിട്ട് ഇതാ ഈ ടീം ചെയ്ത നന്മകളും തിന്മകളും ഈ ടീം നോക്കുക, അടുത്ത ടീം അത് നോക്കുക, അല്ലെങ്കിൽ കുടുംബപ്രകാരം മാറ്റി നിർത്തൂല. അങ്ങനെയല്ല. ദുന്യാവിൽ ഞങ്ങൾ തറവാട്ടുകാരായിരുന്നു, ഞങ്ങൾ ഈ വീട്ടുകാരായിരുന്നു, അങ്ങനെ അള്ളാഹു മാറ്റി നിർത്തൂല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും നല്ല മനസ്സോടെ ജീവിച്ചവർക്കാണ് റബ്ബിൻ്റെ അടുക്കൽ
പരിഗണന, ആദരവുള്ളത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഒരാത്മാവിനെ അല്ലാഹു വിടൂല. ആ ദിവസം മുഹ്ളറ, നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ചെയ്തു കൂട്ടിയ നന്മകൾ, ചെയ്തു കൂട്ടിയ തിന്മകൾ രണ്ടും ഹാജരാക്കപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അനീതി കാണിക്കപ്പെടാത്ത ലോകമാണ്. നീതി സമ്പൂർണമായി വിധിക്കപ്പെടുന്ന ലോകമാണ് ആഖിറം എന്നത്. ആ ലോകം നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. നമ്മുടെ പ്രായത്തിലുള്ളവർ പലരും അതനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് കടക്കാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലോ, ഇഖ്റഅ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. ഒരൊറ്റ കിതാബേ അല്ലാഹു തരുള്ളൂ. രണ്ടാമത്തെ ഒരു കിതാബിൻ്റെ ആവശ്യമില്ല. അടുത്തുള്ള ആളെ കിതാബിക്ക് നോക്കാൻ നമുക്ക് നേരല്ല. എടാ എൻ്റെ കിതാബിൽ എന്താ ഉള്ളത്, എടി എൻ്റെ കിതാബിൽ എന്താ ഉള്ളത് നോക്കാൻ നേരല്ല. ഭയവിഹ്വലരായി വിധിക്ക് കാതോർത്ത് നിൽത്തപ്പെടുന്ന ആ സമയം, ഇഖ്റഅ കിതാബക്, നിന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്. കണ്ടോ, ഇഖ്റഅ കിതാബക്, ഒന്നാണ് വായിച്ചു നോക്കിക്കള. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്നെ വിധിക്കാൻ നിനക്ക് സ്വർഗമാണോ നരകമാണോ, സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ, വിജയമാണോ പരാജയമാണോ, രക്ഷയാണോ ശിക്ഷയാണോ, സമാധാനമാണോ അസ്വസ്ഥതയാണോ, അത് വിധിക്കാൻ ഈ കിതാബ് മതി എന്ന് പറയപ്പെടുന്ന ലോകം. സഹോദരങ്ങളെ, ഓരോരുത്തർക്കും അല്ലാഹ് കണക്കാക്കിയ ഒരു മഖാം, ഒരു സ്ഥാനമുണ്ട്. നമ്മൾ ചെന്ന് നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുക. അവിടെ ആരെ കണ്ട് പരിചയം പുതുക്കാൻ നേരമില്ല, ഒരാളെ തോളി കൈയിടാൻ നേരമില്ല. ഒരു ചെറുവിരൽ കൊടുത്ത് സഹായിക്കാൻ പോലും നമുക്കാർക്കും മനസ്സ് വരാത്ത ലോകമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, എല്ലാവരും ആതീഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെ അറിയോ? ഫുറാദ, ഒറ്റക്കാണ് വരിക. കുല്ലുഹും ആതീഹി, എല്ലാവരും ഒറ്റക്ക വരിക. ഇണകളായി, മക്കളായി, കുടുംബമായി, അങ്ങനെയല്ല, ഒറ്റക്ക് ഹാജരാക്കപ്പെടും. ആ ഒരു സമയത്തെ സമാധാനം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഇവിടെ പലപ്പോഴും നമ്മൾ പറയും സമാധാനമല്ല, സ്വസ്ഥതല്ല, ഇടങ്ങേറാണ്, ഇടങ്ങേറ് വിട്ടുപോണില്ല. സഹോദരങ്ങളെ, ആ വാക്കിലൊന്നും ഒരർത്ഥമല്ല. അതൊക്കെ നമുക്കിങ്ങനെ തോന്നുകയാണ്, ശൈത്വാൻ അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. എന്തിനു അറിയോ? അള്ളാൻ്റെ വിധിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല. വസ്തഇൻ ബില്ലാ വലാ തഅജിസ്, അള്ളാഹിനോട് സഹായം തേടിക്കോളിയും. എന്തിനാ നിങ്ങൾ തളരുന്നത്? ദുർബലരായി, അശക്തരായി എന്ന ഒരു തോന്നൽ എന്തിനാണ്? വസ്തഇൻ ബില്ലാ, അള്ളാഹ് എന്ന് വിളിച്ച് കാര്യം പറഞ്ഞാൽ പോരെ. അതിന് പകരം ആകെ അടങ്ങാറായി, എല്ലാം പോയി, ഒന്നുമില്ല, ഒക്കെ തീരുമാനമായി. ഇനി എന്താകുമെന്നറിയില്ല, എവിടെ എത്തുമെന്നറിയില്ല, കുണം പിടിക്കൂല, കുരുത്തം പിടിക്കൂല. ഇതൊന്നും വിശ്വാസിയുടെ നാവിൽ വരേണ്ട വാക്കുകളല്ല. വിശ്വാസിയുടെ മനസ്സിൽ ഇത്തരം കെട്ട വാക്കുകൾക്ക് സ്ഥാനമില്ല, ചീഞ്ഞ ദുഷിച്ച വാക്കുകൾക്ക് സ്ഥാനമില്ല. അതിന് പകരം ഖദറുല്ലാ, അല്ലാഹ് വിധിച്ചത്, വമാ ശാഅ ഫഅൽ, അല്ലാഹ് ഉദ്ദേശിച്ചത്, അതാണ് ഇവിടെ സംഭവിച്ചത്. ആ വാക്കിനോളം നമുക്ക് സമാധാനവും സ്വസ്ഥതയും ദുന്യാവിൽ തരുന്ന വേറൊരു വാക്കുമില്ല. അത് അള്ളാഹു നമ്മളെ വിശ്വസിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു കാര്യമാണ്. അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന കാര്യത്തിൽ നാം വിശ്വസിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കണിശമായി, അനിവാര്യമായി, വളരെ കാര്യമായി നാം പരിഗണിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളിലൂടെ ശ്രദ്ധ കൊണ്ടുപോയി എന്ന് മാത്രം. ഈ കാര്യങ്ങളുടെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി ആ വിഷയങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, സമ്പുഷ്ടമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, പണ്ഡിതന്മാർ, വിശ്വാസികൾ, പ്രബോധകർ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.